Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളായ ബിസിനസ് ആൻഡ് എൻവയോൺമെന്റിൽ ഇന്ന് പഠിക്കാനുള്ളത് സ്കോപ്പ് ഓഫ് ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ ബിസിനസിന്റെ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. അപ്പൊ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്കോപ്പ് ഓഫ് ബിസിനസ്സിന് ഒന്നാമത്തെ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വരുന്നത്, രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിംപ്ലി പറയാന്ന് വെച്ചാൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് നടക്കുന്ന അല്ലെ പ്രൊഡക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ല നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ബിസിനസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് വിത്ത് എക്സ്റ്റൻഷൻ. പ്രൊഡക്ഷൻ മാത്രമല്ല, ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കും മാത്രമല്ല, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, ഒരു പ്രൊഡക്റ്റിന് മേലെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുവാണ്. പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ്, അതേപോലെ പ്രൊഡക്റ്റിന് വേണ്ടി റോ മെറ്റീരിയൽസ് പ്രോസസ്സ് ചെയ്യുവാണ്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്ട്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദ പ്രോഡക്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഇൻഡസ്ട്രി മേ ഐദർ ബി യൂസ്ഡ് ബൈ ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അത് അൾട്ടിമേറ്റ് കൺസ്യൂമറിനെ ഉദ്ദേശിച്ചുള്ളതായിരിക്കും, കൺസ്യൂമർ പ്രോഡക്ട്സ് ആയിരിക്കും, നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലത്തെ സാധനങ്ങളായിരിക്കാം ഒന്നുകിൽ ഈ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കാം, ബൈ ഓർ യൂസ്ഡ് ബൈ അനദർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കാം ഫോർ ഫെർദർ പ്രൊഡക്ഷൻ. ഒന്നുകിൽ വേറൊരു ഇൻഡസ്ട്രിക്ക് ഫെർദർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ക്ലോത്ത് മാനുഫാക്ചറിംഗ് ഇല്ല, അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ത്രെഡ് ആണ്. അപ്പൊ ത്രെഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് ആണ് ത്രെഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ഷനുള്ള മെഷീനറീസും വരും അല്ലെ, മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്യാം. അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് അല്ല യൂസ് ചെയ്യുന്നുണ്ടാവുക, അതർ ഇൻഡസ്ട്രീസ് പ്രൊഡക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയാന്ന് വെച്ചാൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് മാത്രമല്ല വേറൊരു ഇൻഡസ്ട്രിക്ക് റോ മെറ്റീരിയൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഫെർദർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സും വരാം. അപ്പൊ ഇതിൽ നമ്മൾ പറയാം ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഇൻഡസ്ട്രി ഫോർ ദ യൂസ് ഓഫ് കൺസ്യൂമർ. രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലെ. കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിന് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. അപ്പൊ അതിൽ വരുന്നത് ക്ലോത്ത്സ്, ഫുഡ് വെയർ, ഇതൊക്കെ നമ്മൾ ഇതിനകത്താ വരുന്നത്. ഇഫ് ദ ഗുഡ്സ് ആർ യൂസ് ഫോർ ഫെർദർ പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്, വേറൊരു പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്നും പറയും. ഇപ്പൊ ക്യാപിറ്റൽ ഗുഡ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെയാണ്. ഫർദർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ വെൽത്ത്, നമുക്ക് പിന്നെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് നമുക്ക് മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ അതിന് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രി എന്താണെന്ന് പറഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. പല ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ വരുന്നത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുവാണ്. ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സ്ട്രാക്ട്, raise or fabricate raw materials from above or beneath the surface of earth. എർത്തിന്റെ മുകളിൽ നിന്നോ സർഫേസിൽ നിന്നോ അല്ലെങ്കിൽ beneath the surface നിന്നോ നമ്മൾ സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മൈനിങ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ വരുന്നത്. നെക്സ്റ്റ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ദ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ റീപ്രൊഡ്യൂസിങ് ആൻഡ് മൾട്ടിപ്ലൈയിങ് സർട്ടൻ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ്, എന്നിട്ട് അതിനെ സെയിൽ ചെയ്യുകയാണ്. ഇതിനാണ് നമ്മൾ ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, പോൾട്രി ഫാംസ്, പ്ലാന്റ് നഴ്സറീസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. തേർഡ് വൺ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ ഡാം കൺസ്ട്രക്ട് ചെയ്യുക, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഫോർത്ത് വൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ് റോ മെറ്റീരിയൽസിന് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലോത്ത്സ്, ഡ്രസ്സ്, ഫോൺ, കാർ, ഇതൊക്കെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സർവീസ് ഇൻഡസ്ട്രീസ്. സർവീസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുകയാണെങ്കിൽ അവർ ഗുഡ്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവർ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ ഗുഡ്സ്.
നമുക്ക് കാണാൻ പറ്റാത്ത സർവീസസ് നമുക്ക് കിട്ടുവാണ്. നമുക്ക് പ്രോഡക്റ്റ് അവർ തരുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഇൻടാഞ്ചിബിൾ ഗുഡ്സിനാണ് ശരിക്കും നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർവീസസിൽ പറയുകയാണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഇവരൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് നമ്മൾ സർവീസ് ഇൻഡസ്ട്രി എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് കൊമേഴ്സ് ആണ് വരുന്നത്. നമ്മൾ ബിസിനസ്സിന്റെ സ്കോപ്പ് പറയുന്നതാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് പറഞ്ഞു. നമ്മൾ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആണ്. ഇതിൽ രണ്ടാമത്തെ കൊമേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പോൾ കൊമേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഇവിടെ മാനുഫാക്ചറിങ് ഒന്നും നടക്കുന്നില്ല. ഗുഡ്സ് ബൈ ചെയ്യുക, സെല് ചെയ്യുക, ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത് വരെയുള്ളത് ഇൻഡസ്ട്രിയിൽ വരുവാണ്. പ്രൊഡക്ഷന് ശേഷമുള്ള ഗുഡ്സ് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊമേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ട്രേഡ് എന്ന് പറയും. കൊമേഴ്സിന്റെ അടിയിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഒന്നാമത്തെ ട്രേഡ്. ഇപ്പോൾ ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ പ്യുവർലി നമുക്ക് പറയുകയാണെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുക, സെയിൽ ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് മാനുഫാക്ചറിന്റെ കയ്യിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് കസ്റ്റമറിന് സെയിൽ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് ട്രേഡിൽ വരും. ഇപ്പോൾ ട്രേഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഒരു കൺട്രിയുടെ അകത്ത് തന്നെ നടക്കുകയാണ്. ഇപ്പൊ രണ്ടും ഒരു കൺട്രിയുടെ അകത്ത് തന്നെ നടക്കുകയാണ്. ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ എഡ്ജ് ഓഫ് ദ കൺട്രി. കൺട്രിയുടെ ഉള്ളിൽ തന്നെയാണ് ബൈയിങ്ങും നടക്കുന്നത്, സെല്ലിങ്ങും നടക്കുന്നത്. ഇതിലാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഹോൾസെയിൽ ട്രേഡ് ആണ്. അപ്പോൾ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ പ്രോസസ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ ഹ്യൂജ് ക്വാണ്ടിറ്റി. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാണ് ഫ്രം പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ സെയിൽ ചെയ്യുന്നത് കൺസ്യൂമറിനല്ല, ആൻഡ് റീസെൽ ടു റീറ്റെയിലേഴ്സ്. സെയിൽ ചെയ്യുന്ന റീറ്റെയിലേഴ്സിനാണ്. ഇതിനാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. മാനുഫാക്ചർ ചെയ്യുന്ന ആരാണോ അവരുടെ കയ്യിൽ നിന്ന് ഇവർ ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിക്കുവാണ്, എന്നിട്ട് കൺസ്യൂമറിന്റെ കയ്യിലേക്കല്ല എത്തിക്കുന്ന റീറ്റെയിലറിന്റെ കയ്യിലേക്കാണ്. ഇപ്പം നമ്മളൊരു ഷോപ്പൊക്കെ കാണുമെങ്കിൽ അവരൊരു സ്ഥലത്ത് നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ടാവില്ലേ, അതാണ് ഈ ഹോൾസെയിലർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീറ്റെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗുഡ്സ് എത്തിക്കുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ കയ്യിലാണ്. അപ്പം മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഹോൾസെയിലർ അത് വാങ്ങിക്കും, ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് റീറ്റെയിലർ വാങ്ങിക്കുവാണ്, റീറ്റെയിലറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ. ഇതാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. അവർ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്റേണൽ ട്രേഡിലാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ട്രേഡ് വരുവാണെങ്കിൽ, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു കൺട്രിയുടെ അകത്താണ്. അപ്പൊ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കൺട്രി ഇൻക്ലൂഡ് ആണ്. അപ്പൊ കൺട്രിയുടെ പുറത്തേക്കും പോകുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ കൺട്രിയുടെ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൺട്രി ഇൻവോൾവ് ആന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് സെയിൽ ചെയ്യാം, വേറൊരു കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് സെയിൽ ചെയ്യാം അല്ലെ. രണ്ട് രീതിയിലും വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. അതാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾ ഇരിക്കുന്ന കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയും അല്ലെ. ഇമ്പോർട്ട് എന്ന് പറയുന്നത് വേറൊരു കൺട്രിയിൽ നിന്ന് ഈ കൺട്രിയിലേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇമ്പോർട്ട് എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഫോറിൻ ട്രേഡ് എന്നും കൂടി പറയും. എക്സ്റ്റേണൽ ട്രേഡിന് നമ്മൾ വേറൊരു പേരും കൂടി പറയാണ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് കൺട്രീസ് ഉണ്ടായിരിക്കും. ഒരു കൺട്രിയിൽ നിന്ന് പർച്ചേസ് ചെയ്യും, മറ്റൊരു കൺട്രിയിലേക്ക് സെയിൽ ചെയ്യും. അപ്പൊ നമ്മൾ നിൽക്കുന്ന കൺട്രിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഒന്നിക്കൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണോ, രണ്ട് ചെയ്താണെങ്കിലും അതിനെ നമ്മൾ ഫോറിൻ ട്രേഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്സിൻ്റെ അകത്തുള്ള ക്ലാസിഫിക്കേഷനായ ട്രേഡ് നമ്മൾ പഠിച്ചു. ഇനി അതിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് എയ്ഡ്സ് ടു ട്രേഡ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് മാറിപ്പോകാൻ പാടില്ല. സ്കോപ്പിൽ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷനെ പഠിച്ചത് ഇൻഡസ്ട്രി, കൊമേഴ്സ്. ഇനി ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് പഠിച്ചിട്ടുണ്ട്, എക്സ്ട്രാക്റ്റീവ്, ജനറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചിരിക്കുന്ന കൊമേഴ്സിൻ്റെ അകത്ത് ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തതായ കൊമേഴ്സ്, സ്കോപ്പിൽ രണ്ടാമത്തതായ കൊമേഴ്സിന് നമ്മൾ ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ട്രേഡിനകത്താണ് നമ്മൾ ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊമേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ എയ്ഡ്സ് ടു ട്രേഡ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the activities which helps in the purchase of goods and services are called aids to trade. നമ്മൾ purchase of goods and servicesനെ ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ purchase of goods and servicesനെ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ഒരു പർച്ചേസും സെയിലും നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ദ എയ്ഡ്സ് വിച്ച് ആർ കമ്പൽസറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ് ആസ് ഫോളോസ്. ഇപ്പോൾ ഒരു
ബിസിനസ് ട്രേഡിന് കമ്പൽസറി ആയിട്ട്, ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എയ്ഡ്സ് ടു ട്രേഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ വേണം, അത് സെയിൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ വേണം. പിന്നെ നെക്സ്റ്റ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പം ചില സമയത്ത് ഫയർ ഒക്കെ വരാം ഫാക്ടറിയിൽ അല്ലേ, അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ തേർഡ് വരുന്നത് വെയർ ഹൗസിംഗ് ആണ്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കീപ്പ് ചെയ്യാം, നമ്മൾ സൂക്ഷിച്ചു വെക്കാം, സെയിൽ ചെയ്യുന്നത് വരെ ആ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു സർവീസാണ് അല്ലെ, വെയർ ഹൗസിംഗ് സർവീസാണ്. നെക്സ്റ്റ് ബാങ്കിങ്. ഇപ്പോൾ ബാങ്കിങ്ങിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് അവരുടെ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാനൊക്കെ ബാങ്ക് ത്രൂ ആണ്. അതേപോലെ തന്നെ അതിനുള്ള ഫിനാൻസിങ് ആക്ടിവിറ്റീസും ഒക്കെ നടത്തുന്നത് ബാങ്ക് ആണ്. നെക്സ്റ്റ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് അഡ്വർടൈസിങ് എന്ന് പറയാം. ഈ അഡ്വർടൈസിങ് ആക്ടിവിറ്റീസും എസെൻഷ്യൽ ആണ്. അപ്പോൾ ആൾക്കാർക്ക് ഗുഡ്സിനെ പറ്റി അറിയില്ലെങ്കിൽ, ഇപ്പം നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്ന സമയത്ത്, ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഗുഡ്സിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. പറയുമ്പോൾ മാത്രമല്ല ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ആൾക്കാരിലേക്ക് അതിന് ഇൻഫർമേഷൻ എത്തിക്കാം. അത് പല രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അഡ്വർടൈസിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് എയ്ഡ്സ് ടു ട്രേഡിൽ വരുന്ന ആക്ടിവിറ്റീസ്. എന്തൊക്കെയായിരുന്നു? ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, ബാങ്കിങ്, അഡ്വർടൈസിങ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എയ്ഡ്സ് ടു ട്രേഡ് ആക്ടിവിറ്റീസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ്സിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പറയുന്ന ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ആൾക്കാർക്ക് ഇൻകം ഉണ്ടാവണം. അപ്പോൾ ഇൻകം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതൊക്കെ നമ്മുടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സ്കാസ് റിസോഴ്സസിനെ എഫക്റ്റീവ്ലി ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാസ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാണ്. അതിനെ നമ്മൾ വേസ്റ്റേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എഫക്റ്റീവ്ലി സ്കാസ് റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓഫർ ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ്, റേഞ്ചസ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആൾക്കാരുടെ പ്രിഫറൻസിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിസിനസ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്. ഇപ്പോൾ ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു എന്താണ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ നീഡ്, അതിനനുസരിച്ചിട്ട് അതിനെ അവർ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മൾ ബിസിനസ് നടത്തുന്ന കാര്യം. നെക്സ്റ്റ് ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്കും ഒരു എംപ്ലോയ്മെന്റ് ആണ്. സെൽഫ് എംപ്ലോയ്മെന്റിന്റെ കൂടാതെ ഒരുപാട് ആൾക്കാർക്ക്, എംപ്ലോയ്മെന്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു നേഷന്റെ ഡെവലപ്മെന്റിൽ ബിസിനസ്സിനുള്ള റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻക്രീസസ് GDP. GDP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇപ്പൊ GDP എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു രാജ്യത്തിന്റെ GDP ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഇൻകം. ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻവോൾവ് ആയ ഒരുപാട് ആൾക്കാർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഇൻകം, അതിൽ എംപ്ലോയീസിന്റെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് പറഞ്ഞു, അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, അവർക്കൊക്കെ ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട്. ഗവൺമെന്റിന് ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട് ടാക്സ് ത്രൂ. അപ്പം ഓൾ ടുഗെദർ നമ്മളെ നേഷനിൽ ഇൻകം ജനറേറ്റ് ആവുകയാണ്. നെക്സ്റ്റ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയാണ്. അപ്പം നമ്മളൊരു ജോബിന് ട്രൈ ചെയ്യുന്നതിലും നല്ല നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് തന്നെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടും അത് വർക്ക് ചെയ്യാണ്. ഇനി രണ്ടാമത്തത്, ഫോർത്ത് വൺ പറയുന്നത് ക്രിയേഷൻ ഓഫ് ജോബ്സ്. അപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുക മാത്രമല്ല, അവിടെ ഒരുപാട് പേർക്ക് നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്
പ്രൊവൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് പറഞ്ഞ ക്രിയേഷൻ ഓഫ് ജോബ്സ്. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സസ്. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ബിസിനസ് അതിന്റെ ഇൻകത്തിനനുസരിച്ചിട്ട് ബിസിനസ്സിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്ന അതിനൊരു പാർട്ട് ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന് ഇങ്ങനെ ടാക്സ് കിട്ടുന്നത് കൂടുമ്പോൾ മാത്രമേ ഗവൺമെന്റിന് ജനങ്ങൾക്ക് ആവശ്യമുള്ള വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, കൂടുതൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് കാശ് വേണം അല്ലെ. ഗവൺമെന്റിന്റെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഇപ്പോൾ കൂടുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ടാക്സസ് ഗവൺമെന്റിന് കിട്ടുവാണ്. നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് എക്കണോമിക് വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മൾ എന്ത് ചെയ്യാം പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പം പുതിയ അതിനനുസരിച്ചുള്ള ഇപ്പം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പുതിയ പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അവിടെ നമുക്ക് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുവാണ്, എക്കണോമിക് വാല്യൂ ക്രിയേറ്റ് ആവുകയാണ്. നെക്സ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഒരു ഏരിയയിലുള്ള നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നാച്ചുറലി അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സസിനെ നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏരിയ സ്പെസിഫിക് ആയിട്ട് കുറേ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ ആ നാച്ചുറൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് മാൻ പവർ ഡെവലപ്മെന്റ്. മാൻ പവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസ് എന്ന് വരുന്നത് അവരുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിലുള്ള ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ക്വാളിറ്റി, അതിനുള്ള സ്കിൽ എന്താണ്, അത് എക്വയർ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് മാൻ പവർ ഡെവലപ്പ് ആവുകയാണ്. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്കില്ലൊക്കെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആയി വരുവാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസിന്റെ റോൾ എന്ന് പറയുന്നത്. ഒരു നേഷന്റെ ഡെവലപ്മെന്റിൽ ബിസിനസിന്റെ റോൾ ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ, ഒന്നാമത്തെ GDP ഇൻക്രീസ് ആവുകയാണ്, രണ്ടാമത്തെ ഇൻകം ജനറേറ്റ് ആവുകയാണ്, പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റും ക്രിയേഷൻ ഓഫ് ജോബ് രണ്ടും ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. എനിക്കും ജോലി കിട്ടുവാണ്, ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ എനിക്ക് വേറെ ആൾക്കാർക്കും ജോലി കൊടുക്കാൻ പറ്റുവാണ്. പിന്നെ ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നുണ്ട്, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് എക്കണോമിക് വാല്യൂ, യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, മാൻ പവർ ഡെവലപ്മെന്റ്. ഇത്രയാണ് നമ്മൾ ബിസിനസിന്റെ റോൾ എന്ന് പറയുന്നത് നേഷന്റെ ഡെവലപ്മെന്റിൽ. അപ്പൊ നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? ഒന്നാമത്തത് നമ്മൾ സ്കോപ്പ് ഓഫ് ബിസിനസ് ആണ്. സ്കോപ്പ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു, ഇൻഡസ്ട്രിയും കൊമേഴ്സും. അതിലാദ്യം നമ്മൾ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊമേഴ്സിന്റെ കാര്യം, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സിന് രണ്ടായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് സ്കോപ്പിൽ. അപ്പൊ കൊമേഴ്സിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും. ഈ ട്രേഡിൽ തന്നെ നമ്മൾ പിന്നെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഇന്റേണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിൽ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും വരുവാണ്. എക്സ്റ്റേണൽ ട്രേഡിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും വരുവാണ് അല്ലെ. പിന്നെ എയ്ഡ്സ് ടു ട്രേഡിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്ന് വെച്ചാൽ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് എയ്ഡ്സ് ടു ട്രേഡിൽ വരുന്നത്. അതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ബിസിനസിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേഷന്റെ ഡെവലപ്മെന്റിൽ ഒരു ബിസിനസ്സിന് എന്തൊക്കെയാണ് റോള്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പിന്നെ ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.